നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ വീട് വൃത്തിയോടുകൂടി സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ അതിനായിട്ട് ശ്രമിക്കുന്നവരാണ്. നിത്യവും നമ്മൾ വീട് അടിച്ചു വാരാറുണ്ട് അല്ലെ? നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് വീട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളി പോസിറ്റീവ് എനർജി നിറഞ്ഞു നിന്നാൽ മാത്രമേ ആ ഒരു വീട്ടിലേക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്തോഷവും കടന്നു വരികയുള്ളൂ. ആ കുടുംബത്തെ മൊത്തം സ്വാധീനിക്കുന്ന ആ ഒരു ഊർജത്തെ ശരിയായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താനും നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വാസ്തുശാസ്ത്രപരമായിട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ വീട് വൃത്തിയാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വീട് വൃത്തിയാക്കുന്നതിന് അല്ലെങ്കിൽ നമ്മൾ അടിച്ചു വരുന്നതിനൊരു സമയം നോക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സമയങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ വൃത്തിയാക്കുക അല്ലെങ്കിൽ അടിച്ചു വരുക എന്നുള്ള കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അതോടൊപ്പം തന്നെ വീട് വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ വാസ്തുപരമായിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലാത്ത പക്ഷം ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളാനായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ പോസിറ്റീവ് ഊർജം നിലനിർത്താനായിട്ട് നമ്മൾ വീട് വൃത്തിയാക്കുന്നത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ വിപരീത ഫലങ്ങളായിരിക്കും സമ്മാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നിസ്സാരമായിട്ട് കണ്ടുകൊണ്ട് വീട് വൃത്തിയാക്കുക എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യാർത്ഥം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള ഒരു നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റേണ്ടതാണ്. വീട് വൃത്തിയാക്കുന്ന സമയത്ത് വാസ്തുപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും വീട് വൃത്തിയാക്കുന്ന ഓരോരുത്തരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാത്ത പക്ഷം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ട് ഈ ഒരു കാരണം കൊണ്ട് വന്നേക്കാം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മുടെ വീടിന്റെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒന്നാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. നമുക്കറിയാം, വിശ്വാസങ്ങൾ മാത്രമല്ല, വാസ്തു എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെ നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടെ കാണേണ്ടതായിട്ടുണ്ട്. വാസ്തുശാസ്ത്രം ഒരു വീടിനെയും ആ വീട്ടിൽ താമസിക്കുന്ന ആളിനെയും ഒരുപോലെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു വീടിന് ഏതെങ്കിലും തരത്തിലുള്ള വാസ്തുദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെ ജീവിതത്തെ ആയിരിക്കും. എപ്പോഴും പരാജയങ്ങൾ സംഭവിക്കുക, എപ്പോഴും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക, ദുഃഖദുരിതങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യം വരിക, അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരിക, ഒരു കാര്യത്തിലും വിജയിക്കാൻ സാധിക്കാതെ പോകുന്നത്, ഇതൊക്കെയും വാസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം ഉണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രത്തെ നമ്മൾ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് കാണേണ്ടതായിട്ടുണ്ട്. പല ആളുകളും വീട് പണിയുന്ന സമയത്തായാലും അതുപോലെ തന്നെ വീട്ടിലെ പല വസ്തുക്കൾ സൂക്ഷിക്കുന്ന സമയത്തായാലും ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെയും വാസ്തുശാസ്ത്രം നോക്കാറുണ്ട്. വാസ്തു അനുശാസിക്കുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ വാസ്തുശാസ്ത്രത്തിലെ വീട് വൃത്തിയാക്കുമ്പോഴും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് പലർക്കും അറിയില്ല അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ധാരണയില്ല എന്നതാണ് വാസ്തവം. വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും കൊണ്ടുവരും എന്നുള്ളതാണ്. അതായത് വാസ്തുപ്രകാരം നമ്മൾ വീട് വൃത്തിയാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ശേഷം വീട് വൃത്തിയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പല ആളുകളും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാ പണികളും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷമായിരിക്കും വീട് വൃത്തിയാക്കാനായിട്ട് ഇറങ്ങുന്നത്. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ എപ്പോഴും രാവിലെ തന്നെ വീട് അടിച്ചു തുടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് ശേഷമാണ് നിങ്ങൾ വീട് വൃത്തിയാക്കുന്നത് എങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് വാസ്തുദോഷം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമായി തീരും. അതുമൂലം നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്
നമ്മൾ വീട് നന്നായിട്ട് തറയൊക്കെ തുടയ്ക്കും. വെള്ളം ഉപയോഗിച്ച് തറ തുടച്ചതിന് ശേഷം ഈ തുടച്ച വെള്ളം പലരും വീടിന്റെ പടിവാതിൽക്കല് അല്ലെങ്കിൽ ആ ഒരു വീടിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒഴിക്കുന്നത് കാണാറുണ്ട്. ഒരു കാരണവശാലും നമ്മളിങ്ങനെ വീട് തുടച്ച വെള്ളം, ആ ഒരു വെള്ളം തുടച്ചതിന് ശേഷമുള്ള ആ ഒരു വെള്ളം വീടിന്റെ വാതിലില് ഒഴിക്കാനായിട്ട് പാടില്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് നെഗറ്റീവ് എനർജിയാണ് വരുന്നത്. അതായത് നമ്മൾ ഈ വീടൊക്കെ തുടച്ച് പുറത്തേക്ക് കളയാൻ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളത്തിൽ മുഴുവൻ നെഗറ്റീവ് എനർജി ആയിരിക്കും. അതാണ് നമ്മൾ തുടച്ച് നീക്കം ചെയ്യുന്നത്. ആ വെള്ളം വീണ്ടും കൊണ്ടുപോയിട്ട് നമ്മുടെ വാതിൽപ്പടിയിൽ അല്ലെങ്കിൽ വീടിന്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ആ വീട്ടിലേക്ക് വീണ്ടും നെഗറ്റീവ് ഊർജം വന്നു കയറാനുള്ള ഒരു വഴിയായിട്ട് മാറും എന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വീട്ടിൽ ആരെങ്കിലും വന്നു പോവുകയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരാൾ ജോലിക്കായിട്ട് ഇറങ്ങുകയോ മറ്റെവിടെയെങ്കിലും പോകാനായിട്ട് ഇറങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ അവര് ഇറങ്ങിയ ഉടനെ തന്നെ വീട് തൂത്ത് വൃത്തിയാക്കുക എന്നുള്ളത്. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാതിരിക്കുക. പല ആളുകളും ചെയ്യുന്ന കാര്യം, രാവിലെ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർ ഇറങ്ങാനായിട്ട് കാത്തു നിൽക്കും വീട് വൃത്തിയാക്കാനായിട്ട്. എന്നാൽ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങുമ്പോൾ തന്നെ ഉടൻ തന്നെ വീട് വൃത്തിയാക്കുന്ന ആ ഒരു ശീലം ഒഴിവാക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വ്യക്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങിയ ഉടനെ നമ്മൾ വീട് വൃത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഇറങ്ങിയ വ്യക്തിക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക. ഒന്നുകിൽ അവർ പോകുന്നതിന് മുന്നേ ആയിട്ട് വീട് വൃത്തിയാക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അവർ പോയതിനു ശേഷം കുറച്ച് കഴിഞ്ഞ് മാത്രം വീട് വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വീട് തുടയ്ക്കാനായിട്ട് മോപ്പ് ഉപയോഗിക്കാറുണ്ട്. ചില ആളുകൾ തുണി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണോ ഉപയോഗിക്കുന്നത്, നമ്മൾ തുടച്ചു കഴിഞ്ഞതിന് ശേഷം വീട് തുടർച്ച് വൃത്തിയാക്കിയതിന് ശേഷം ആ ഒരു മോപ്പ് അല്ലെങ്കിൽ ആ ഒരു തുണി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തു വയ്ക്കുക എന്നുള്ളതും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ എന്താണ് ചെയ്യുന്നത്, മോപ്പ് നന്നായിട്ട് വീട് വൃത്തിയാക്കി ആ മോപ്പ് കൊണ്ടുപോയി അതുപോലെ തന്നെ അവിടെ വയ്ക്കും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. അതിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജി വീണ്ടും നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് തന്നെ പ്രവേശിക്കാനായിട്ട് കാരണമാകും. അതുമൂലം നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം പൂർണ്ണമാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീട് വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ മോപ്പും കൂടി അല്ലെങ്കിൽ ആ ഒരു തുണിയും കൂടെ കഴുകി ഉണക്കിയതിന് ശേഷം മാത്രമേ അത് പൂർണ്ണമാകുന്നുള്ളൂ. അപ്പോൾ ചെയ്യുന്ന കാര്യം വൃത്തിയായിട്ട് ചെയ്യുക. ആ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചില ആളുകൾ രാത്രിയിൽ വീട് തൂത്തു തുടയ്ക്കുന്നത് കാണാറുണ്ട്. ഒരു കാരണവശാലും ഇങ്ങനെ രാത്രിയിൽ തറ തൂത്തുവാരരുത്. ഇത് ലക്ഷ്മി ദേവിയുടെ കോപത്തിന് കാരണമാവുകയും അതുമൂലം നിങ്ങളുടെ കുടുംബത്തില് ഐശ്വര്യവും ക്ഷേമവും ഇല്ലാതാവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രാത്രിയിൽ തൂത്തുവാരുന്നത് വീടിന്റെ പോസിറ്റീവ് എനർജി കുറയ്ക്കുമെന്നും പറയുന്നുണ്ട്. അപ്പൊ ഈ കാരണങ്ങള് വാസ്തുവില് മാത്രമല്ല ജ്യോതിഷത്തിലും പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഹിന്ദുമതത്തിലെ ചൂല് എന്ന് പറയുന്നത് വൃത്തിയാക്കാൻ മാത്രമല്ല, ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. പുരാണങ്ങളും മതവിശ്വാസങ്ങളും അനുസരിച്ച് വീടുകളിൽ സമ്പത്തും സമൃദ്ധിയും സമാധാനവും കൊണ്ടുവരുന്ന ലക്ഷ്മി ദേവി വൈകുന്നേരം പ്രത്യേകിച്ച് നിലവിളക്ക് കൊളുത്തിയ ശേഷം വീടുകളിൽ പ്രവേശിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സമയത്ത് പോസിറ്റീവ് എനർജിയും പവിത്രമായിട്ടുള്ള അന്തരീക്ഷവും നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ വീട് തൂത്തുവാരുന്നത് ദേവിയെ അപമാനിക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വീട് തൂത്തുവാരുന്നത് ലക്ഷ്മി ദേവിയെ കോപിപ്പിക്കുമെന്നും ഇത് വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട്, ദാരിദ്ര്യം, നെഗറ്റീവ് എനർജി എന്നിവയ്ക്ക് കാരണമാകുമെന്നും പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വൈകുന്നേരവും ഒരു കാരണവശാലും വീട് വൃത്തിയാക്കാനായിട്ട് പാടില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയും നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന കാര്യങ്ങളാണ് അല്ലെ. നമുക്ക് എപ്പോഴാണോ സമയം ലഭിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ സൗകര്യം കിട്ടുന്നത് ആ ഒരു സമയത്തായിരിക്കും നമ്മൾ നമ്മുടെ വീട് വൃത്തിയാക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ വീട് വൃത്തിയാക്കുന്നതിനും ഒരു സമയമുണ്ട്. ഈ സമയങ്ങളിൽ വൃത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐശ്വര്യം നമ്മുടെ കുടുംബത്തിലേക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ തെറ്റായ സമയങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. വാസ്തുദോഷം കുടുംബത്തിലേക്ക് ക്ഷണിച്ചു വരുത്താതിരിക്കുക. അപ്പൊ ഇതൊക്കെ വീട്ടമ്മമാര് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ സൗകര്യത്തിനല്ല, വാസ്തുശാസ്ത്രം അനുശാസിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
അതൊക്കെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയുമുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.